ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഡീറ്റാനിനെ കുറിച്ചാണ് പറയുന്നത്. ഡീറ്റാനും ഡീറ്റാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഡീറ്റാൻ അല്ലെങ്കിൽ ബ്ലീച്ച്. ബ്ലീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് കെമിക്കൽ ആണെന്നൊക്കെ. പക്ഷെ എന്നാലും ഒരുപാട് പാർലേഴ്സുകാർ ഉപയോഗിക്കാറുണ്ട്. ഡീറ്റാനും ബ്ലീച്ചും ഒന്ന് തന്നെയാണ്. ചിലർ പറയും ഡീറ്റാൻ എന്ന്. അപ്പോൾ പലർക്കും മനസ്സിലാകത്തില്ല അതെന്താണെന്ന്. രണ്ടും ഒന്ന് തന്നെയാണ്. ബ്ലീച്ച് ആയാലും ഡീറ്റാൻ ആയാലും ഒന്ന് തന്നെയാണ്. പിന്നെ ഡീറ്റാൻ ചെയ്യുന്നത് എന്തിനാണ്? ഡീറ്റാൻ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ഒരുപാട് രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാനും, അല്ല എങ്കിൽ രോമങ്ങൾ ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ചൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനും, പിന്നെ കുറച്ച് ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറിക്കിട്ടും, കുറച്ച് പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറിക്കിട്ടും, കുറച്ച് കരുവാളിപ്പെല്ലാം കുറയും. നമ്മൾ സൂര്യപ്രകാശത്തിലൊക്കെ നടക്കുന്ന കരുവാളിപ്പൊക്കെ കുറയ്ക്കാനും എല്ലാം ഡീറ്റാൻ സഹായിക്കും. ഇനി ഡീറ്റാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ സൂര്യപ്രകാശത്തിലൊന്നും ഇറങ്ങാൻ നടക്കരുത്. നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു സൺസ്ക്രീനും ഇടുക. പിന്നെ ഡീറ്റാൻ ചെയ്യാൻ പറ്റില്ലാത്തവരാരെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഒരുപാട് സെൻസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, എന്തെങ്കിലും മുറിവുകളോ മൊക്കുരു വന്ന് പൊട്ടിച്ച് ഇതൊക്കെ ഇരിക്കുന്നവർക്ക് ഇതൊന്നും ഡീറ്റാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും അലർജി ഉള്ളവർക്ക്, അവരവർക്ക് തന്നെ അറിയാമല്ലോ അലർജി എന്താണെന്ന്. അപ്പോൾ അങ്ങനെ അലർജി ഉള്ളവർക്കൊന്നും ഡീറ്റാൻ പാടില്ല. ഇനി ഡീറ്റാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് നടത്തുക. നിങ്ങൾ കഴുത്തിൻ്റെ ഇവിടെ എങ്ങാനും കുറച്ച് എടുത്തിട്ടിട്ട് അതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇനി ഇൻ കേസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര ഇറിറ്റേഷൻ വല്ലതും തോന്നുകയാണെങ്കിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു അലോവേറ ജെല്ലിടുകയാണെങ്കിൽ ഒരു കാംനെസ്, ഒരു സൂത്തിങ് എഫക്റ്റ് കൊടുക്കും. അപ്പോൾ അത് ഒന്നും പേടിക്കേണ്ട. പിന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അങ്ങനെയുള്ളൊരു കുഴപ്പം വരാൻ സാധ്യതയില്ല. അപ്പം ഡീറ്റാനും അല്ലെങ്കിൽ ബ്ലീച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഡീറ്റാൻ വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ല, വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ വെച്ചും നമുക്ക് ബ്ലീച്ച് ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു കഷ്ണം ടൊമാറ്റോ, കുറച്ച് തൈര്, കുറച്ച് പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തേന്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ടൊമാറ്റോ അതിൽ മുക്കിയിട്ടൊന്ന് കുറച്ച് നേരം റബ്ബ് ചെയ്യണം. ഒരുപാട് ഹാഷായിട്ടും റബ്ബ് ചെയ്യരുത്. നല്ലോണം റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ഇനി ഒരു 2 ഡ്രോപ്പ് നാരങ്ങ നീര് ഒഴിച്ചാലും അത് നല്ലതാണ്. അപ്പം ചിലർക്ക് നാരങ്ങ നീര് അലർജി ആയതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. എന്നിട്ട് ഈ ടൊമാറ്റോ എടുത്ത് അതിൽ മുക്കി കുറച്ചൊന്ന് റബ്ബ് ചെയ്യുക. ഒരു റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് കുറച്ച് ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷെ നമ്മുടെ രോമങ്ങളൊന്നും കളർ ചേഞ്ച് ആകത്തില്ല, പക്ഷെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്ലീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ബ്ലീച്ച് ഉള്ളതുകൊണ്ട് ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കും ഇൻ കേസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന സമയം തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇടുക. അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് സമയം നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ അനുസരിച്ച്, ഇപ്പം നല്ല വെളുത്തവർക്കാണെങ്കിൽ ഒരു സമയമായിരിക്കും, മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് വേറൊരു സമയമായിരിക്കും, കുറച്ച് ഡാർക്കർ സ്കിൻ അല്ലെ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് വേറൊരു സമയമായിരിക്കും. അപ്പോൾ അവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീറ്റാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരാമേ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ന്യൂട്രിഗ്ലോയുടെ ഒരു ഡീറ്റാൻ ആൻഡ് ഡഡ്ലെസ് റിമൂവൽ ബ്ലീച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരെണ്ണമാണ്. അതിൽ വന്നിരിക്കുന്ന മിൻറ്റ്, യൂക്കാലിപ്റ്റസ്, നയാസിനമൈഡ്, ക്യാംഫർ, മിൽക്ക് പ്രോട്ടീൻ, ക്ലോവ് ഓയിൽ ആൻഡ് ലാക്റ്റിക് ആസിഡ്, ഇത്രയും സാധനങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ പാക്കറ്റിൽ 3-4 സാധനങ്ങളുണ്ട്. ഈ പാക്കറ്റിൽ ഒന്നുള്ളത് ആക്ടിവേറ്റർ ആണ്. അതൊരു പൊടിയായിരിക്കും, വൈറ്റ് പൊടി. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉള്ള ഒരു ക്രീം ബ്ലീച്ചാണ്. അപ്പോൾ ഈ ബ്ലീച്ചും ആക്ടിവേറ്ററും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇടാനുള്ളത്. പിന്നെ പോസ്റ്റ് ബ്ലീച്ച് ക്രീം വെച്ചാൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റ് ബ്ലീച്ച് സെറം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുന്ന ഒരു സെറമാണ്. അതും കഴിഞ്ഞിട്ട് നമുക്ക് അവർ തന്നിരിക്കുന്ന വേറൊന്ന് ഒരു ഷീറ്റ് മാസ്ക് ഉണ്ട്. അതിതാണ്. അത് വെള്ളത്തിലിടുമ്പം ഇത് ഷീറ്റ് നല്ല അങ്ങ് വലുതായി ഒരു ഷീറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള. അപ്പോൾ അത് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു ട്രേ പോലത്തെ ഒരു സാധനം, അതിലൊരു സ്പാച്ചുലയും. പക്ഷെ ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിട്ട് ഞാൻ വേറെ ഒന്നിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം അതുകൂടെ മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് ട്രേ പോലുള്ള ഒരു സാധനം എടുത്തിട്ട് ഈ ബ്രഷും കൂടെ വെച്ചാണ് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് മിക്ക കടകളിലും കിട്ടുന്നതാണ്. ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിരുന്നാൽ നിങ്ങൾക്ക് മാസ്ക് ഇടാനും നിങ്ങൾക്ക് ബ്ലീച്ച് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് 20-30 രൂപയേ ഉള്ളൂ. ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ ഇത് ചെയ്യുന്ന രീതി, നമ്മൾ മുഖം നല്ലവണ്ണം കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്ന സമയം, അതായത്
നല്ല ഡാർക്കായിട്ടുള്ള ഡസ്കി, അതായത് എൻ്റെയൊക്കെ സ്കിൻ കളർ ഉള്ളവർക്ക് അവർ പറഞ്ഞിരിക്കുന്ന 7 മിനിറ്റ് എന്നാണ്. ഈ 7 മിനിറ്റ് എന്ന് പറയുമ്പോഴും നമ്മളൊന്ന് നോക്കുക, നമ്മുടെ സ്കിന്നിൽ വ്യത്യാസം വന്നോട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റോ 2 മിനിറ്റോ കൂടുതൽ കൊടുക്കാം. പിന്നെ ഒരു വീറ്റ് കളറിലുള്ള സ്കിന്ന്, ഗോതമ്പിൻ്റെയൊക്കെ ഒരു സ്കിൻ കളർ ആണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന 10 മിനിറ്റും, നല്ല വെളുത്തവർക്കാണെങ്കിൽ 12 മിനിറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും നിങ്ങൾ അതിൽ സമയത്തിൽ മാറ്റം വരുത്തണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു വെള്ളപ്പൊടിയാണ്. ഈ ക്രീം ബ്ലീച്ചും തമ്മിൽ മിക്സ് ചെയ്യണം. ഇത് 3 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് ആക്ടിവേറ്റർ. ഇത് 10 ഗ്രാമിൻ്റെ ഒരു ക്രീം ബ്ലീച്ചാണ്. അപ്പം അവർ പറഞ്ഞിരിക്കുന്ന 5 ഗ്രാം ക്രീം ബ്ലീച്ചിന് ഇതിൽ 1 ഗ്രാം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പകുതി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇതിൻ്റെ 1/3 എടുത്താൽ മതിയാകും. കാരണം ഇത് 3 ഗ്രാമല്ലേ, അപ്പം 1/3 ഇതെടുക്കുക. ഇതൊരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് 10 ഗ്രാമാണ്. 10 ഗ്രാമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിൽ 2/3 എടുക്കുക. ഇതിൻ്റെ പകുതിയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇതിൽ 1/3 എടുക്കുക. അവരെങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് എടുക്കുകയാണ്. കാരണം വെച്ചാൽ ഇത് കുറച്ചേ ഉള്ളൂ. 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഇത് കുറച്ചേ വരത്തുള്ളൂ. അപ്പോൾ ഈ 10 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ ഇടാനായിട്ട് തികയും. പിന്നെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് കണ്ണിൻ്റെ അടുത്തോട്ട് ഇടരുത്. കണ്ണിൻ്റെ ചുറ്റാകെ ഇപ്പം ഇവിടം വരെയൊക്കെ ഇടാം. നിങ്ങൾ കണ്ണിൻ്റെ തീരെ ഇവിടെ ഈ ഭാഗത്തൊന്നും കൊണ്ടുപോയി ഇടരുത്. കാരണം ബ്ലീച്ചാണ്, അവിടുത്തെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇടരുത്. ഞാനിപ്പം രാവിലെ മുഖം കഴുകി, എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ എൻ്റെ കയ്യിലുള്ള ഒരു വെറ്റ് ടിഷ്യൂ, അത് കുഞ്ഞുങ്ങൾക്കുള്ള ബേബി വെറ്റ് ടിഷ്യൂസാണ് ഞാൻ മുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വലിയ വിലയില്ലാത്ത കുഞ്ഞുങ്ങളുടെ വെറ്റ് ടിഷ്യൂ ആകുമ്പോൾ അതിൽ കെമിക്കൽസ് ഒരുപാട് കാണത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള വെറ്റ് ടിഷ്യൂ ഞാൻ വാങ്ങി വെച്ചേക്കും. അപ്പം അത്യാവശ്യത്തിന് മുഖത്ത് മുഖം വൃത്തിയാക്കാൻ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു ഭയങ്കര വലിയ ബ്രാൻഡിലോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല വിലയാകും. അല്ല എങ്കിൽ നല്ല വെറ്റ് ടിഷ്യൂ കിട്ടും. കൂടുതൽ എണ്ണമുള്ള വെറ്റ് ടിഷ്യൂസ് കിട്ടും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരെണ്ണം വാങ്ങി വെച്ചിരുന്നാൽ മതി. മൊബൈലിൽ നോക്കി ഇടുന്നതിനേക്കാളും കണ്ണാടിയിൽ നോക്കി ഇടുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഞാൻ ഈ കണ്ണാടിയാണ് എടുക്കുന്നത്. ഈ കണ്ണാടിയിലാകുമ്പോൾ എനിക്ക് നന്നായിട്ട് കാണാനും പറ്റും. ഇത് മാഗ്നിഫൈയിങ് മിററാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെട്ടതാണ് മാഗ്നിഫൈയിങ് മിറർ. കാരണം നമ്മുടെ ഏജുകാർക്ക് കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോൾ ഇതുപോലൊരു മാഗ്നിഫൈയിങ് മിറർ വാങ്ങിച്ചു വെച്ചിട്ട് വളരെ നല്ലതാണ്. മാഗ്നിഫൈയിങ് മിറർ ഇതിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾ അതായത് കണ്ണട വെച്ച് നോക്കാതിരിക്കുക. കണ്ണട വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ കണ്ണട വെക്കാതെ നിങ്ങൾ ക്ലോസപ്പിലോട്ട് ഈ കണ്ണാടിയെ കൊണ്ടുവരിക. ക്ലോസപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അടുത്തോട്ട് കൊണ്ടുവരിക. അടുത്തോട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് മാഗ്നിഫൈയിങ് മിററിൽ കൂടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല. അല്ലാതെ നിങ്ങൾ ദൂരോട്ട് പിടിക്കുകയും കണ്ണട വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിഫൈയിങ് മിററിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ചിലർ എൻ്റെ അടുത്ത് എഴുതി പറഞ്ഞിരുന്നു മാഗ്നിഫൈയിങ് മിറർ വാങ്ങിച്ചിട്ട് പ്രയോജനം ഇല്ല എന്ന്. അങ്ങനെയല്ല, അവനവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ ഇതനുസരിച്ച് 5x 10x 3x അങ്ങനെയുള്ള ഇതുള്ളത് വാങ്ങുക. ഞാൻ വാങ്ങിയിരിക്കുന്നത് 10x ആണ്. 10x ആകുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇത് നോക്കുമ്പോൾ കണ്ണട വെക്കാതെ നോക്കുക, അടുത്തോട്ട് കൊണ്ടുവന്ന് നോക്കുക. അപ്പം മാഗ്നിഫൈയിങ് മിററിൽ കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ മുഖം കാണാൻ പറ്റും. ഇനി ഈ ക്രീമിലേക്ക് ഇതിൽ നിന്ന് ഞാൻ 2 പോർഷൻ ഇതിലോട്ടിടും. കാരണം ഇത് 3 ഗ്രാം ആണല്ലോ, ഇത് 10 ഗ്രാം ആണ്. 5 ഗ്രാമിന് 1/3 ഇത് ഉപയോഗിക്കുന്നത്. ഇത് 10 ഗ്രാം ആയതുകൊണ്ട് ഇത് 2 ഞാൻ ഇടയാണ്. ഒരു ഊഹം വെച്ചങ്ങ് ഇട്ടാൽ മതി. നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാതിരിക്കരുത്. മിക്സ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് എല്ലാം ഒരു 2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യുക. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് കെട്ടിടപ്പണി നടക്കുന്നത്, അതുകൊണ്ട് അവിടുത്തെ സൗണ്ട് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കണ്ടോ, നല്ല മിക്സായി. നല്ല മിക്സായതിന് ശേഷം നിങ്ങൾ ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. Touch the sky, feeling bolder. Going out, going all the way. Going high, 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 high. Going out, going all the way. Going high, high, high.
കുറച്ച് കണ്ണരിച്ചിൽ പോലെ തോന്നും, അത് പ്രശ്നമാക്കണ്ട. പിന്നെ ചുണ്ടിലൊന്നും തട്ടാതെ നോക്കിക്കൊള്ളണം. ചുണ്ടിൻ്റെ അരിവ് വരെ ഇടാം, പക്ഷെ ചുണ്ടിലൊന്നും തട്ടാതെ നോക്കിക്കൊള്ളണം. പിന്നെ കഴുത്തിലും നമുക്കിടാം. കഴുത്തിലൊക്കെ ഇടുമ്പോഴത്തേക്കാണ് ഒരേപോലെ നമുക്ക് തോന്നുന്നത്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. ഇനി പുരികത്തോ ചുണ്ടിലോ വല്ലതും തട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ടിഷ്യൂ എടുത്തങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു 8 മിനിറ്റ് ഇട്ടിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുമ്പേ ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ തന്നിരിക്കുന്നില്ലേ സ്പാച്ചുല, അത് വെച്ച് നമുക്ക് പതുക്കെ ഇത് കംപ്ലീറ്റ് അങ്ങ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാഷ് ബേസിലോ എന്നിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിലോട്ടങ്ങ് റിമൂവ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കൊണ്ടുപോയി കഴുകാം. ഇത് നമ്മൾ ഡീറ്റാനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആവും. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, നിങ്ങൾ വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ല എങ്കിൽ നിങ്ങൾ പിന്നെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഒന്നും നിങ്ങൾ ബ്ലീച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ സ്കിന്ന് കൂടുതൽ ഈ കൂപങ്ങളിൽ നിന്ന് രോമമൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നീറയും ഒരുപാട് പ്രശ്നങ്ങളിൽ അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും അത് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യരുത്. കുറേ നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ എളുപ്പമാണ്. ബാക്കി ഞാൻ കഴുകിയിട്ട് വരാം. ഞാൻ മുഖമെല്ലാം കഴുകി വന്നു. ഇനി പോസ്റ്റ് ബ്ലീച്ച് ക്രീമാണ് ഇടാനുള്ളത്. ഇതിൽ തന്നിരിക്കുന്ന പാക്കറ്റ് നമ്മളൊരു ബൗളിലോ എന്തെങ്കിലും ഇട്ടിട്ട് അവർ തന്നിട്ടുണ്ട് ഇതുപോലൊരു ഷീറ്റ് മാസ്ക് ആണ്. ഇത് അതിലോട്ടിടുമ്പോൾ ഇത് വികസിച്ച് ഇതിലിരിക്കുന്ന ക്രീം എല്ലാം ഇതിലോട്ട് വന്ന് പിടിക്കും. എന്നിട്ട് ഇത് നമ്മുടെ മുഖത്തോട്ട് അപ്ലൈ ചെയ്യണം. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മുടെ സ്കിന്നെല്ലാം തിരിച്ച് നമ്മുടെ പോസ് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ ക്രീം എല്ലാം ഈ ബ്ലീച്ച് എല്ലാം ഇട്ട് നമ്മുടെ പോസ് എല്ലാം ഓപ്പൺ, നമ്മുടെ pH ലെവൽ മാറിയിട്ടുണ്ട്. തിരിച്ച് pH ലെവലിന് നല്ലതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോസ്റ്റ് ബ്ലീച്ച് ഈ ക്രീം നമ്മൾ ഇതിൽ മുക്കി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതെടുത്ത് മുഖത്തിട്ട് ഒരു 7 മിനിറ്റ് വരെ, അല്ലെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 10 മിനിറ്റ് വരെയൊക്കെ വെക്കാം. 7 മിനിറ്റ് വരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 മിനിറ്റ് നമ്മൾ വെച്ചിട്ട് എടുത്ത് മാറ്റിയാൽ മതി. ഇതിന് നല്ല സ്മെല്ലും ഉണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര എക്സ്ട്രീം സ്മെല്ലല്ല, എന്നാലും നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പം ഇത് നല്ല സ്ക്വീസ് ചെയ്ത് കംപ്ലീറ്റ് ഇതിലോട്ടാക്കിയിട്ട് ഇത് അതിൽ മുക്കി വെക്കണം. ഇത് മുക്കി വെക്കുമ്പോൾ ഇതിലോട്ടെല്ലാം ഊറി പിടിക്കും. കണ്ടോ, വലുതാവുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിലും കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് വരുമെന്ന് തോന്നുന്നു. അതായത് ഇച്ചിരി തണുപ്പും കൂടെയൊക്കെ കിട്ടുമല്ലോ നമുക്ക്. ഞാൻ കൈ കൊണ്ട് അതിനെ ഒന്ന് എടുത്തിട്ട് ആ സെറത്തിൽ മുക്കി മുഴുവൻ ചെയ്തു. അതിലിരിക്കുന്ന സെറം എല്ലാം ഇതിൽ അബ്സോർബായി. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഷീറ്റ് മാസ്ക് എല്ലാം വാങ്ങിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ സെറം മുഴുവൻ ഇതിൽ അബ്സോർബായി. അപ്പോൾ ഇത് നല്ലോണം എടുക്കാൻ പറ്റി. ഇനി നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഇതിങ്ങനെ വെക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു കൂളിംഗ് എഫക്റ്റും കിട്ടും, നല്ലൊരു സൂത്തിങ് എഫക്റ്റും കിട്ടും. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യത്തിന് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം കുറച്ച് ഡള്ളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലീച്ച് പാർലറിലോ സലൂണിലോ ഒക്കെ പോയി ചെയ്യുമ്പോൾ നല്ല പൈസയൊക്കെ ആവും. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരെണ്ണം ഇത് വലിയ പൈസയും ഇല്ല, എന്നാൽ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. അതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഒരു 7 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതെല്ലാം മാസ്ക് എല്ലാം എടുത്ത് മാറ്റി. അപ്പം അതൊരു ക്രീം സ്കിന്നിനൊരു നല്ല ഒരു
എന്തുവാ പറയാനുള്ളത്, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും. സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കൊടുത്തത്. ഒരു നമ്മൾ അതൊക്കെ ചെയ്ത് ഒരു ബുദ്ധിമുട്ട് സ്കിന്നിൽ ഉണ്ടാവുമല്ലോ, അതെല്ലാം അങ്ങ് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ഇനി വെയിലത്ത് പോകാതിരിക്കാൻ ശ്രമിക്കുക. വെയിലത്ത് പോണതിന് മുമ്പേ നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീന് ഇതാണ്, മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിച്ച് വെച്ചിരുന്നാൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ മാക്സിമം ഒരു 24 hours വെളിയിലോട്ട് ഒരുപാട് സൂര്യപ്രകാശത്തിലൊന്നും പോകാതിരിക്കുക. ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ പോയി ചെയ്യുമ്പം, സലൂൺസിലും പാർലറിലും ഒക്കെ പോയി ചെയ്യുമ്പം ഒരുപാട് പൈസയാവും. അപ്പോൾ അതിനേക്കാളും നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ.